നമുക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹവുമുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ റൂട്ടീനിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രയാസമാണ്. ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. നമ്മളാരും റിസ്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ തന്നെ കൂളായിട്ട് വലിയ മെനക്കെടില്ലാതെ അങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവമക്കളാകുന്ന നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അനുദിനം നമ്മൾ മാറ്റങ്ങൾ ബെറ്ററായിട്ട് വരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വേദപുസ്തകം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, എന്തുവായിരുന്നു ടോപ്പിക്ക്? പ്രായമുള്ളവർ പറ. കഴിഞ്ഞ ആഴ്ച ആരാണ് സംസാരിച്ചേ? പ്രായമുള്ളവർ വേറെ, പിള്ളേരാരും ഇല്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായോ നമ്മുടെ പ്രശ്നം? കഴിഞ്ഞ ആഴ്ച ജയിക്കമംഗളാണ് സംസാരിച്ചത്. എന്താ സംസാരിച്ചത്? ക്രിസ്തുവേശുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണം. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മളിൽ ഉണ്ടാകണം. അത് വളർന്നു വരണം ഓരോ ദിവസവും. അത് ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അതൊരു ഡെയിലി എക്സസൈസ് ആണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവേശിൽ ഉള്ള ആ ഭാവം നമ്മളിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. കഴിഞ്ഞ ഫ്രൈഡേയിൽ നമ്മൾ എന്താ മെസ്സേജ് കേട്ടെ? ആരായിരുന്നു? ലിജോ ചാക്കോ. എന്താ പറഞ്ഞേ? ശിഷ്യത്വം. നമ്മള് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് തീരണം. മാത്രമല്ല, നമ്മള് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിട്ട് മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് വരണം. ഇതാണ് കഴിഞ്ഞ 2 മെസ്സേജ് നമ്മുടെ സഭയ്ക്ക് കിട്ടിയ മെസ്സേജ്. നമ്മിലുള്ള നമ്മുടെ ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കണം. ഈസി അല്ല, വളരെ പാടാണ്. നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. വെള്ളം ഒഴിച്ചാലൊന്നും വളരത്തില്ല, കെൻറ്റയ്ക്ക് കഴിച്ചാലും വളരത്തില്ല. അതൊരു എഫേർട്ടാണ്, ഈസി അല്ല, വളരെ അധ്വാനം ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, നമ്മുടെ ആശ അതായിരിക്കണം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ക്രിസ്തുവേശുള്ള ഭാവം നമ്മിൽ വളർന്നു വരണം എന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെ ക്ഷമിക്കണം എന്ന് ഒരു തവണ സംസാരിച്ചു. കോപം എങ്ങനെ അടക്കണം, അതിനുള്ള പല ക്ലൂവും പറയാനായിട്ടിടയായി. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മിൽ നിന്നും ക്രിസ്തു ആഗ്രഹിക്കുന്നത് we have to be mentors. മറ്റുള്ളവരെ മെന്റർ ചെയ്ത് വരണം. നമ്മളെ ദൈവം വാച്ച്മാനായിട്ട് ആക്കിയിരിക്കുന്നു, നമ്മളെ കൗൺസിലേഴ്സ് ആയിട്ട് ആക്കിയിരിക്കുന്നു. ഇതൊക്കെയും പറഞ്ഞത് വല്ലപ്പോഴും ഓർക്കുമോ? ഐ ഡോണ്ട് നോ. അതിൻ്റെയൊക്കെ അടുത്ത പടിയായിട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊക്കെ നല്ല ആടുകളാകണം, നമ്മൾ നല്ല ഇടയന്മാരുമാകണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നല്ല ആടുകളായിട്ട് വരണം, നമ്മൾ നല്ല ഇടയന്മാരായിട്ട് വരണം എന്നുള്ളതാണ്. ഇന്നത്തെ വചനശുശ്രൂഷ എന്നെ രൂപാന്തരപ്പെടുത്തുവാനും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവരും മാറ്റങ്ങൾ ഉണ്ടാകുവാനും ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പഴയ നിയമകാലത്തെ വിശ്വാസികളെ എല്ലാം, ഇസ്രായേൽ മക്കളെ എല്ലാം, ഈ പുതിയ നിയമകാലത്തെ ദൈവമക്കളാകുന്ന നമ്മെയും പിതാവാം ദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും
ആടുകളെന്ന് വിളിച്ചിട്ടുണ്ട്. അത് പഴയ നിയമത്തിലും കാണാം, പുതിയ നിയമത്തിലും നമുക്ക് കാണാം. പിതാവാം ദൈവവും നമ്മുടെ യേശു കർത്താവും നമ്മുടെ ഇടയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനെ തന്ന നല്ല ഇടയനായ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും നമ്മൾ നല്ല ആടുകളായിരിക്കണം, നല്ല ഇടയന്മാരായിട്ട് വളർന്നു വരണം എന്നുള്ളതാണ്. ആടുകളും ഇടയനും എന്നുള്ള വിഷയം പഠിക്കാനായിട്ട് എസെക്കിയേൽ പ്രവചനം 34 അധ്യായം എടുത്ത് ഒന്ന് കൈവെക്കണം. ഞാൻ അധികം വായിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആടുകളെ വേദപുസ്തകത്തിൽ നോക്കിയാൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ആടുകളുണ്ട്. ഒന്ന് ചെമ്മരിയാട്, അടുത്തത് കോലാട്. ചെമ്മരിയാടുണ്ട്, കോലാടുണ്ട്. ഷീപ്പ് ആൻഡ് ഗോട്ട്, മറന്നു പോകരുത്. ഈ സാധാരണ കേരളത്തിലുള്ള നമുക്ക് ഈ ഷീപ്പിനെ വലിയ പരിചയമില്ല. നമ്മൾ സാധാരണ കാണുന്നത് ഗോട്ടിനെയാണ്, കോലാടിനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷീപ്പിനെയാണ്, ചെമ്മരിയാടിനെയാണ് എന്ന് നമുക്ക് അറിയാം. യാഗത്തിനായിട്ട് 2 മൃഗങ്ങളെയും ഉപയോഗിക്കുമെങ്കിലും പ്രധാനമായിട്ടും ചെമ്മരിയാടിനെ അല്ലെങ്കിൽ ഷീപ്പിനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് 2നെ നമ്മൾ ആടെന്ന് പൊതുവായിട്ട് വിളിക്കുമെങ്കിലും ഇതിൻ്റെ സ്വഭാവം തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഈ 2 ആടുകളും തമ്മിൽ സ്വഭാവത്തിൽ ഒരു നിലയിലും ചേർന്ന് പോകാത്തതാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ എടുക്കണ്ട, അറിയാവുന്ന ഭാഗമാണ്. തേജസ്സിന്റെ സിംഹാസനത്തിൽ ലോകത്തിലുള്ള ജാതികളെ 2 കൂട്ടമായിട്ട് തിരിച്ചു നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നിരിക്കുന്നത്, ഇടയൻ ചെമ്മരിയാടിനെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ഒരിടയനും ഒരിക്കലും ചെമ്മരിയാടിനെയും കോലാടിനെയും ഒരു കൂട്ടിൽ വളർത്തുകയില്ല, അതിനെ വേർതിരിക്കും. അതുപോലെ ദൈവം അന്ന് ഉള്ള ജാതികളെ 2 കൂട്ടമായിട്ട് വേർതിരിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജാതികളുടെ ന്യായവിധി എന്നുള്ള നിലയാണ് അത് പ്രസ്താവിച്ചിരിക്കുന്നത് എങ്കിലും അവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ ചെമ്മരിയാടിനോട് പറയുന്നുണ്ട്, ആ മനുഷ്യരോട് പറയുന്നുണ്ട്, ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് എൻ്റെ കൂടെ നിന്നാട്ടെ. ഭക്ഷിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചു, പറഞ്ഞോ. കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിട്ട് വന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്ക്. ഈസി അല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും കോക്കാമ്പിച്ച് കാണിച്ച് ജയിലിലാക്കിയാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് ഇനി മേലാല് പോകാൻ പാടില്ല, അവൻ്റെ കൂട്ടത്തിലുള്ളതാണെന്ന് പറയാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് തടവിൽ whatever be the reason പോകണം, സഹകരിക്കണം, അടുക്കൽ ചെല്ലണം. അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയും, ഇത് ചെയ്യാത്തവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷയും അതികഠിനമാണ്. നിത്യ ദണ്ഡനത്തിലേക്ക് പോയി, അല്ല എങ്കിൽ നീതിമാന്മാരെ നിത്യ ജീവനിലേക്ക് പോയി എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗവും മറ്റു ഭാഗങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെ ദൈവം വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ചെമ്മരിയാട് എന്നാണ്, ഷീപ്പ് എന്നാണ്. രക്ഷിക്കപ്പെടാത്തവരെ ദൈവം വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന കോലാടുകൾ അല്ലെങ്കിൽ ഗോട്ട് എന്നാണ്. ഇനി ഈ 2 ആടുകളെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ചെമ്മരിയാടിനെയും കോലാടിനെയും ഒറ്റ നോട്ടത്തിൽ അറിയാം.
എന്താ അറിയുന്നേ? ചെമ്മരിയാടിന്റെ രോമം അതിൻ്റെ ശരീരം മുഴുവൻ പൊതിഞ്ഞ് ഭാരമേറിയ ഒരു ശരീരത്തോട് നടക്കുന്നതാണ് ചെമ്മരിയാട്. എന്നാൽ കോടാലിന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു ബേർഡനും രോമവും ഭാരവും ഒന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ അറിയാം. നീ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എവിടെങ്കിലും പോയാല് നമ്മൾ ചെമ്മരിയാടാണെന്ന് ഈ ലോകം അറിയാനായിട്ട് എന്തെങ്കിലും നമ്മളിലുണ്ടോ? നമ്മുടെ വസ്ത്രധാരത്തിലുണ്ടോ? നമ്മുടെ ഇടപാടുകളിലുണ്ടോ? ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. ലോകം നമ്മളെ കാണുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് മനസ്സിലാക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വളരെ രസകരമായിട്ട് നോക്കിയാൽ ഒരു മുസ്ലിം സ്ത്രീയെ കണ്ടാൽ, ഒരു മുസ്ലിം പുരുഷന്റെ നെറ്റി കണ്ടാൽ, ഒരു ഹിന്ദുവിന്റെ നെറ്റി കണ്ടാൽ, ഒരു സിഖുകാരന്റെ തല കണ്ടാൽ, ഒരു യഹൂദന്റെ തല കണ്ടാൽ അവൻ ആരാണെന്നറിയാം. നമ്മളെ കണ്ടാലോ? മുട്ട്. ആത്മാർത്ഥമായിട്ട് പറയാമോ? എൻ്റെ മുട്ട് കണ്ടാൽ ഞാനൊരു ദൈവ പൈതലാണ് എന്ന് തോന്നുമെന്ന് നിങ്ങള് വീട്ടിൽ പോയെന്ന് ചെക്ക് ചെയ്യുക. ഞാനും അടുത്തൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ വെളുപ്പിനെ പലപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. ഒരു 5-5:30 ആകുന്നുണ്ടേ വേദപുസ്തകം പിടിച്ച് പോകുന്നവരെ കാണുമ്പോൾ നാട്ടുകാർക്ക് എന്തോ അറിയാം, ഇവര് ബ്രദറുകാരല്ല എന്നറിയാം, ഇല്ലേ? ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മൾ സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ, ഓഫീസിൽ പോയാൽ, ലൂലു മോളിൽ പോയാൽ നമ്മൾ ദൈവമക്കളാണെന്ന് അറിയാൻ എന്തെങ്കിലും നമ്മിൽ ഉണ്ടായിരിക്കും. നമ്മൾ വാ തുറന്ന് സംസാരിച്ചാൽ നമ്മുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ ദൈവമക്കളാണെന്ന് ലോകം അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്നുണ്ടേ, others should understand that you are children of God. അത് സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് എത്ര സങ്കടമുണ്ടാകും, ദൈവം എത്രമാത്രം ദുഃഖിക്കുവാൻ ഇടയാകും. റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂ നിന്നാല് നമ്മൾ ദൈവമക്കളാണെന്ന് മറ്റുള്ളവരറിയാം. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ, ഒരു കല്യാണത്തിന് പോയി ഫുഡ് എടുക്കാൻ ക്യൂ, അല്ല ഇവിടെ താഴെ പോയി നിന്നാൽ പോലും നമ്മുടെ സ്വഭാവം പുറത്തു വരും, അല്ലേ? ഭാര്യ ക്യൂവിന്റെ മുമ്പിലാണ്, ഭർത്താവിന് അവിടെ അടുത്തോട്ട് ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂവിൽ ഫ്രണ്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവളോട് ഭയങ്കര സ്നേഹം, കുശലം പറയാൻ അങ്ങ് ചെല്ലും. അടുത്ത പ്രാവശ്യം നിങ്ങൾ നോക്കിക്കോളൂ. റെയിൽവേ സ്റ്റേഷനിൽ വേണ്ട, നമ്മുടെ ഇടയിൽ പോലും നമുക്ക് ദൈവമക്കളാണെന്ന് കാണിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മൾ അധപ്പതിച്ചു പോയി. ഓൾവേസ് റിമെമ്പർ, വി ആർ ന്യൂസ് പേപ്പേഴ്സ്. ക്രിസ്തുവിന്റെ വർത്തമാന പത്രങ്ങളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മളെ അവർ വായിക്കുന്നു, മറച്ചു വെക്കാൻ കഴിയത്തില്ല. ഷീപ്പിന്റെ ഒരു സ്വഭാവം വേണ്ടാത്തതൊക്കെ മറച്ചു വെക്കുന്നതാണ്. അതിന്റെ വാല് കണ്ടിട്ടുണ്ടോ? വാലിങ്ങനെ താണു നിൽക്കും, മറയ്ക്കേണ്ട കാര്യങ്ങൾ മറച്ചോണ്ട് ഇരിക്കും. ഗോട്ടിന്റെ വാലോ അങ്ങനല്ല. ചെമ്മരിയാടിന്റെ തല കണ്ടിട്ടുണ്ടോ? എപ്പോഴും കുനിഞ്ഞാണ്, താഴോട്ടാണ്. അത് പുല്ല് തിന്നുന്ന ജീവികളാണ്. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ തല താഴോട്ട് മാത്രമാണ്. കോലാടിനെയോ നിലത്തെ പുല്ല് പോലും പറിച്ച് കെട്ടിത്തൂക്കിയിട്ടാലേ അതിന് തിന്നാനൊക്കെ തോന്നും. ദേ ആർ വെരി പ്രൗഡ്. ദൈവമക്കളാകുന്ന നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും പ്രൗഡാകാൻ പാടില്ല.
തല താഴ്ത്തി, തല മാത്രമല്ല വിനയത്തോടുകൂടെ നമ്മുടെ എല്ലാ ഇടപാടുകളിലും നമ്മൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ തലയില് 2 ചെവി ഉണ്ടല്ലേ. ഈ കോലാടിന്റെ ചെവി ഇങ്ങനെ കൂർത്തിരിക്കും, മാത്രമല്ല ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അതിന് എല്ലാം ചുറ്റുപാട് നടക്കുന്ന എല്ലാം അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ്. എന്നാൽ ചെമ്മരിയാടിൻ്റെയോ അങ്ങനെയല്ല. അതിൻ്റെ ചെവി താണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അയലോക്കത്ത് എന്തോ പറ്റി, മറ്റു സഹോദരന് എന്ത് പറ്റി, അവിടെ എന്ത് പറ്റി, അവിടെ കുഴപ്പമുണ്ടോ, ഇതറിയാനുള്ളൊരു വാഞ്ച ആണ് നമുക്കുള്ളത്. ഈ കോലാടിനെ വിളിക്കുന്നത് ദേ ആർ ബ്രൗസേഴ്സ്. അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, എക്സ്പ്ലോറേഴ്സ് ആണ്. നമുക്ക് വേദപുസ്തകത്തിൽ മാത്രം ഈ എക്സ്പ്ലോറേഷൻ മതി, ഈ ബ്രൗസിങ് അതിനു മതി. മറ്റുള്ളവരുടെ കുറവും കുറ്റങ്ങളും കണ്ട് കൊട്ടിഘോഷിക്കുവാനുള്ള ബ്രൗസിങ് നമുക്ക് വേണ്ട. എൻ്റെ തലയിൽ കോലാടിന് 2 കൊമ്പുണ്ട്, കൂർത്ത കൊമ്പ്, റെഡി ഫോർ അറ്റാക്ക്. എപ്പോഴും അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ചെമ്മരിയാടിന് സാധാരണ കൊമ്പില്ല, പെണ്ണാടിന് ഒരിക്കലും കൊമ്പില്ല, അത് പാടില്ല. ചെമ്മരിയാടിന് കൊമ്പുണ്ടെങ്കിൽ തന്നെ അത് പുറകോട്ട് വളഞ്ഞിരിക്കുന്ന കൊമ്പുകളായിരിക്കും. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു. ഒരിക്കലും മറക്കരുത്, ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കുവാൻ പാടില്ല. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഞാനൊരു ഷീപ്പാണോ, ഞാനൊരു ഗോട്ട്? ഞാൻ ഷീപ്പായിട്ടിരിക്കുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ ഗോട്ടിൻ്റെ സ്വഭാവമാണോ ഉള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ചെമ്മരിയാടും കോലാടും ഒരിക്കലും ഇണചേരാൻ പാടില്ല. നമ്മൾ ചില കോലാടിനെ ചെവി താണതൊക്കെ നമ്മൾ കാണും. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ്. ഒരിക്കലും ചെമ്മരിയാടും കോലാടും ചേർന്ന് കുട്ടികൾ ഉണ്ടാകത്തില്ല. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2 Corinthians 6:14. എന്താ? അവിശ്വാസികളുമായിട്ട് ഇണയില്ല, പിന്നെ ആ ബന്ധം നമുക്ക് പറ്റത്തില്ല. We can never have marital relationship with an unbeliever. ഇങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ 2 ആടിനും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പേടിച്ചാൽ രണ്ടും ഓടും. ഓടുകയാണെങ്കിലും ലക്ഷ്യമില്ലാതെ ഓടും. പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരാന് അറിയത്തില്ല. ഈ പോകുന്ന പോക്കിൽ ലക്ഷ്യമില്ലാതെ ഭയന്ന് ഓടുമ്പോൾ എവിടെ വീഴും? കുഴി വീഴും. കോലാട് എങ്ങനേലും രക്ഷപ്പെട്ടു വരും. പക്ഷേ ചെമ്മരിയാട് വീണാൽ എങ്ങനെ വീഴും? മലന്നടിച്ച് വീഴും. കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് അത് മലന്നേ വീഴത്തുള്ളൂ, കാല് പൊങ്ങിയേ ഇരിക്കത്തുള്ളൂ. അതിനൊരിക്കലും എഴുന്നേക്കാൻ കഴിയത്തില്ല. അതിന് എഴുന്നേക്കണം എന്നുണ്ടെങ്കിൽ യജമാനൻ ചെല്ലണം, ഇടയൻ ചെല്ലണം. ഇടയൻ ചെന്ന് അതിനെ നമ്മളെന്തോ ചെയ്യും? മര്യാദയ്ക്ക് ഇരിക്കാഞ്ഞല്ലേ 2 പൊട്ടീര് കൊടുക്കും അല്ലേ? നോ, ഇടയൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇടയന് അറിയാം, ഇത് മലന്നടിച്ചു വീണാല് അതിൻ്റെ ബാക്ക് ബോൺ ഈസ് ഡാമേജ്ഡ്, ഇറ്റ് കനോട്ട് ഗെറ്റ് അപ്പ്. അതിനെ ചരിച്ചിട്ട് അതിനെ തിരുമ്മി സാവകാശത്തിൽ അതിനെ 4 കാലിൽ നിർത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കും. ഇല്ല എങ്കിൽ, ഒക്കുമെങ്കിൽ അതിനെ പതിയെ നടത്തും. ഇല്ല എങ്കിൽ തോളിലേറ്റി കൊണ്ടുപോകും. ഇല്ല എങ്കിൽ മാറോട് ചേർത്ത്. ദാറ്റ് ഈസ്
the duty and responsibility of a shepherd. ആടാണോ ഓടും, ആടാണോ വീഴും. പക്ഷേ ആടിനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളത് ഇടയന്റെ ജോലിയാണ്. ആടിന്റെ ഇടയന്റെ കയ്യിൽ എന്തുണ്ട്? വടിയും കോലുമുണ്ട്. എന്തിനാ? ആടിനെ തല്ലാനല്ല. ആടിനെ തല്ലാൻ ഒക്കത്തില്ല. ആടിനെ എവിടെ തല്ലാം? ഈ രോമത്തിന്റെ മണ്ടയെ തല്ലിയാല് വല്ലതും പറ്റുമോ? അതുപോലെ അടിച്ചാൽ മലന്നടിച്ച് വീഴുന്നതിന് തുല്യമാകും. കാലെ തല്ലിയാൽ കാലൊടിഞ്ഞു പോകും. അതിന്റെ ബോഡി ഹെവിയാണ്. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇടയന്റെ കയ്യിലെ വടിയും കോലും തല്ലുന്നതാണെങ്കിൽ ആശ്വാസം കിട്ടുന്നതല്ല. ആ തല്ല് സിംഹത്തിന് കൊടുക്കാനുള്ളതാണ്, കരടിക്ക് കൊടുക്കാനുള്ളതാണ്, വളഞ്ഞ വടിയന് തീറ്റി കൊടുക്കാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള വടിയും കോലും ആടുകളുടെ ആശ്വാസത്തിന് മാത്രം ഉതകണം. ആടാണോ ഓടും വീഴും, ആടാണോ പോകും മടങ്ങി വരാൻ അറിയത്തില്ല. നമ്മൾ മനുഷ്യരാണോ? നമ്മൾ വീഴും. നമ്മൾ മനുഷ്യരാണോ? മലന്നടിച്ചു വീഴും. ഒരു പിന്മാറ്റക്കാരൻ തന്നെ തിരിച്ചു വരത്തില്ല. ഒരു പാപത്തിൽ വീണ ഒരു വിശ്വാസി തന്നെ തിരിച്ചു വരത്തില്ല. ഇടയൻ ചെന്നെങ്കിലേ മാത്രമേ കഴിയത്തുള്ളൂ. ആടിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, തന്നിഷ്ടത്തിന് ഓടിയതായിരിക്കാം, വെല്ലോന്റെ പുറകെ പോയതായിരിക്കാം, വെല്ലോടത്തും വായി നോക്കി നിന്നതായിരിക്കാം, അല്ല ശത്രുവിനെ കണ്ട് പേടിച്ച് ഇടയന്റെ അടുത്തേക്ക് ഓടുന്നതിനും പകരം ദൂരേക്ക് ഓടിപ്പോയതായിരിക്കാം. whatever be the reason, ഇടയന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? 99നെയും കൂട്ടിൽ, നാട്ടിലല്ല കൂട്ടിൽ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോണം. നേരം വെളുക്കട്ടെ, അങ്ങനെ ചിന്തിക്കത്തില്ല. തിരിച്ചു വരുമോ എന്ന് ഞാൻ നോക്കട്ടെ, അങ്ങനെ നോക്കത്തില്ല. മറ്റുള്ള ഇടയന്മാരോട് ചെന്ന് ഡിസ്കസ് ചെയ്യട്ടെ, ചെയ്യത്തില്ല. ഉടനെ പോകുന്നവനാണ് ഇടയൻ. ഒരിടയൻ കൂലിക്കാരനല്ലാതായെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. പുഷ് ചെയ്തിട്ട് പോകുന്ന ഇടയൻ കൂലിക്കാരനാണ്. ഞാൻ ആടിനെ പറ്റിയാ സംസാരിക്കുന്നത്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയൻ്റെ അടുത്തോട്ടൊന്ന് പോയതാ, തിരിച്ചു വരാം. ഈ ആടിനൊരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുന്നോണ്ടേ ആടിന് നല്ല മസിലൊക്കെ വെക്കും. ആട് ശക്തരായിട്ട് തീരും. എസെക്കിയേൽ പ്രവചനം നിങ്ങൾ വീട്ടിൽ പോയി ഇന്ന് തന്നെ വായിക്കണം, ഇന്ന് തന്നെ വായിക്കണേ. 34 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ടേ. 16-ാം വാക്യത്തിൽ ഞാൻ കൊഴുത്തതിനെയും ഉരത്തതിനെയും, മലയാളം മനസ്സിലാകാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഫാറ്റി ആൻഡ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ കുറച്ചാകുന്നുണ്ടേ നമ്മൾ ഫാറ്റി ആകും, നമ്മള് സ്ട്രോങ് ആകും. അത് ശരിയല്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റുമെന്നറിയാമോ? ഈ ആടിന് തിന്നാൻ ഇഷ്ടാ. മേച്ചിലിനകത്ത് പോയി മനസ്സുപോലെ തിന്നും. തിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ബാക്കിയുള്ളത് ചവിട്ടിക്കളയും. നമ്മുടെ സ്വഭാവം അങ്ങനെ അല്ലയോ? ഇഷ്ടം പോലെ തിന്നും, മേച്ചിലിൽ മേയാൻ ഇഷ്ടമാണ്. പക്ഷേ മറ്റാർക്കും കൊടുക്കാതെ ബാക്കിയുള്ളതിനെ ചവിട്ടിക്കളയുന്ന ശക്തിയുള്ള ആടുകൾ. നമ്മൾ ശക്തരാകണം, പക്ഷെ ചവിട്ടരുത്. തെളിഞ്ഞ വെള്ളം കുടിക്കാൻ മാത്രമേ ആടിന് കഴിയത്തുള്ളൂ. പക്ഷേ ഈ ശക്തിയുള്ള ആട് എന്തോ ഈ പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങി ഒരു 4 ചാട്ടം അതിനെ കലക്കിക്കളയും. വേദപുസ്തകത്തിലെ ആണ്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി.
ഇത് ആടിന്റെ സ്വഭാവമാണ്. അടുത്ത സ്വഭാവം എന്താണെന്നറിയാം? ആട് സ്ട്രോങ് ആയാൽ, ഞാൻ ഈ സ്ട്രോങ് എന്ന് പറയുന്നതിന് വചനത്തിൽ സ്ട്രോങ് ആയാൽ, പാടാൻ സ്ട്രോങ് ആയാൽ, തോട്ട് പറയാൻ സ്ട്രോങ് ആയാൽ, ആരാധനയ്ക്ക് സ്തോത്രം ചെയ്യാൻ സ്ട്രോങ് ആയാൽ, പിന്നെ മറ്റൊന്നിനെയും അടുപ്പിക്കത്തില്ല. അല്ലേ? എനിക്ക് വേണം. അതെന്ത് ചെയ്യും? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീക്കായിട്ടുള്ളതിനെ, ദീനം പിടിച്ചതിനെ പരക്കെ ചിതറിക്കുവോളം അതിൻ്റെ തോള് കൊണ്ട് തെള്ളിക്കൊണ്ടിരിക്കും, അതിൻ്റെ സൈഡ് കൊണ്ട് തെള്ളിക്കൊണ്ടിരിക്കും, കൊമ്പ് കൊണ്ട് കുത്തി ഓടിച്ചുകൊണ്ടിരിക്കും. വിശ്വാസികളെ, ആത്മീയരെന്ന് പറയുന്നവരെ വേദപുസ്തകത്തിൽ അഭ്യസനം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നോളജ് കിട്ടുന്നുണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. പക്ഷേ ദൈവം എനിക്ക് ആത്മീയമായിട്ട് തരുന്ന ശക്തിയും പുഷ്ടിയും എൻ്റെ കൂടെ നടക്കുന്ന ആടുകൾക്ക് അതിനൊരു സപ്പോർട്ടായി തീരുവാൻ ഇടയാകും. ആടുകള് മഹാപ്രശ്നക്കാരാകട്ടോ. അതുകൊണ്ടാണല്ലോ ഇടയൻ വേണ്ടി, ഇല്ലേ പിന്നെ ഇടയൻ വേണ്ടായല്ലോ. ഈ ആട് പ്രശ്നക്കാരാണ് എങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ മുഷ്ടി കൊണ്ട് കൈകാര്യം ചെയ്യാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആര് വരും? ഞാൻ വരും, ഞാൻ ന്യായം വിധിക്കും. മെലിഞ്ഞതിനെയും പുഷ്ടിയുള്ളവനെയും തമ്മില്, കോലാടിനെയും ചെമ്മരിയാടിനെയും തമ്മില് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ന്യായം വിധിക്കാൻ ഞാൻ വരുമെന്ന് കർത്താവ് പറഞ്ഞു. അല്ലാതെ നമ്മള് ഗുണത്തിനല്ലാതെ ഏതെങ്കിലും ആടിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രീമെഡിറ്റേറ്റഡ് ക്രൈം. നമ്മൾ ഒരിക്കലും വാശിയിലും വൈരാഗ്യത്തിലും നമ്മുടെ നേട്ടത്തിനും നമ്മുടെ സഭയുടെ പേരിനും വേണ്ടി we don't have to do any action. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ പല ടൈപ്പ് ഇടയന്മാരുണ്ട്. ഇവിടുത്തെ കാര്യമല്ല, തിരുവനന്തപുരത്തും കാസർഗോട്ടും ഉള്ളതാണ്. മുഖത്ത് നോക്കാത്ത ഇടയന്മാര്, തുറിച്ചു നോക്കുന്ന ഇടയന്മാര്, മിണ്ടാത്ത ഇടയന്മാര്, കൈ തരാത്ത ഇടയന്മാര്, ഓടിപ്പോകുന്ന ഇടയന്മാര്, ആടുകളെ അറിയാത്ത ഇടയന്മാർ. സാരമില്ല കേട്ടോ, ഓർമ്മക്കുറവാണ്, പ്രായമൊക്കെ ആയില്ലേ, സാരമില്ല. സഹോദരിമാരെ കണ്ടാൽ മാറിപ്പോകുന്ന ഇടയന്മാർ. നിങ്ങളെ കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ടോ, അതുകൊണ്ടാ. സാരമില്ല. പക്ഷേ ഞാനിത് തിരിച്ചു ചോദിക്കാൻ പോവാ, ആടിനോട് ചോദിക്കാൻ പോവാ, നിങ്ങളോ? നിങ്ങളെങ്ങനെയാണ്? ആടുകളായ നമ്മൾ എങ്ങനെയാണ്? ആടിനുള്ള ഒരു സ്വഭാവം ഉണ്ട് കണ്ടോ. ഇടയനെ കണ്ടാല് പറഞ്ഞോ. ജോമോന്റെ ചുറ്റും കോലാടുകൾ മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ആടിന് ഒരിടയനെ കണ്ടാൽ അലയ്ക്കാൻ തോന്നും, വിളിക്കാൻ തോന്നും. വിളിക്കാറുണ്ടോ? ഇടയനെ കണ്ടാൽ ഇടയന്റെ ചുറ്റും ഓടിക്കൂടാൻ ആഗ്രഹിക്കും ആടുകള്. പോകാറുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. വേണ്ട, അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കിക്കോ, അവിടെ ഒരു കൂട്ടം, ഇവിടെ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം, താഴെ ചെന്നാലും വേറെ വേറെ കൂട്ടങ്ങളാണ്. ആടുകൾക്കെല്ലാം അവരുടേതായിട്ടുള്ള കൂട്ടങ്ങളായി പോന്നു. ഇടയന്മാർ അങ്ങോട്ട് ചെന്നാലും മൈൻഡ് ചെയ്യത്തില്ല. കൈ തരാത്ത ആടുകള്, മിണ്ടാത്ത ആടുകളെ, നോക്കാത്ത ആടുകളെ, ആ ഇടയൻ വന്നാലേ ഒരു നിലയിലും ഗവനിക്കാത്ത ആടുകൾ. ഇതിന് മാറ്റം വരണം. ആടിന് മാറ്റം വരണം.
എങ്കിൽ മാത്രമേ ആടിന്റെ അടുക്കലേക്ക് ഇടയൻ വന്ന് കെട്ടിപ്പിടിക്കത്തുള്ളൂ. ജോമോ പറഞ്ഞ ആടുകളാന്ന് കെട്ടിപ്പിടിക്കാൻ ഒക്കുവോ? അന്നേരം എൻ്റെ കണ്ണാടി പോയില്ലേ. അതുകൊണ്ട് ആടുകൾക്ക് മാറ്റമുണ്ടാകണം, ദൈവമക്കൾക്ക് മാറ്റം ഉണ്ടാകണം. ഇടയന്മാരുടെ ഏറ്റവും അത്യാവശ്യമുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആടുകളെ അറിയണം. ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു, അവ എന്നെയും അറിയുന്നു. ആട് ഇടയനെ അറിയണം, ഇടയനെ അറിയണം. ഞാന് അടുത്ത രംഗത്തേക്ക് ഞാൻ പോട്ടെ, എൻ്റെ സമയം പെട്ടെന്ന് പോകുന്നല്ലോ. ആടുകളുടെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ടാണ് ഇടയന്റെ ആവശ്യമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെല്ലാവരും ആടുകളാണെന്ന് പറഞ്ഞു. അതേ സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഇടയന്മാരും. ഞാൻ സഭയിലെ മൂപ്പന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞു. ദൈവം നമ്മെ സഭയിലെ മൂപ്പന്മാരാക്കിയെങ്കിൽ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആക്കിയെങ്കിൽ, യൂത്ത് ലീഡർ ആക്കിയെങ്കിൽ, നമുക്ക് ഒരു മെന്ററായിട്ടോ കൗൺസിലറായിട്ടോ വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, നമ്മളൊരു അച്ഛനാണ്, അമ്മയാണ്, നമ്മളൊരു അങ്കിളാണ്, ഒരു സഹോദരനാണ്, സഹോദരിയാണ് എങ്കിൽ നമ്മള് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഷെപ്പേർഡാണ്. എവിടെങ്കിലും ഒരിടത്ത് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ ആ ജോലി സ്ഥലത്ത്, സ്കൂളിൽ പോകുന്നോ കോളേജിൽ പോകുന്നോ, ദൈവം ആ സ്കൂളിലും കോളേജിലും വർക്ക് സൈറ്റിലും ദൈവം നിന്നെ ഷെപ്പേർഡായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസിനും ഫ്രണ്ട്സ് ഉണ്ടല്ലേ? യു ഹാവ് ഫ്രണ്ട്സ്. യു ആർ സപ്പോസ് ടു ബിഹേവ് ആസ് എ ഷെപ്പേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം. ഞാൻ ഈ അടുത്ത ദിവസം കേട്ട ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. പ്രീ സ്കൂളിൽ പോയ 3.5 വയസ്സുള്ള ഒരു കൊച്ചിനോട് 3.5 വയസ്സുള്ള വേറെ ഒരു കൊച്ചു ചോദിച്ചു, നിനക്കെന്താ ഓർണമെന്റ്സ് ഇല്ലാത്തേ? നീ പ്രായമാകുന്നുണ്ടേ, ഗേളായ നീ ബോയ് ആകാൻ വേണ്ടി ആ ഓർണമെന്റ്സ് ഇടാത്ത. ഞെട്ടുമോ? ഞെട്ടും ഇല്ലേ? 3.5 വയസ്സുള്ള അമേരിക്കയിലെ കാര്യമല്ല. I'm talking about something happened in Kerala, in എറണാകുളം. ഇതാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. 3.5 വയസ്സുള്ള പെൺകുട്ടിയോട് വേറെ ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ്. കൊച്ചു കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? വന്ന് അമ്മയോട് ചോദിച്ചോണ്ടേ അമ്മ അതിലും കൺഫ്യൂസ്ഡാ. എന്താ മറുപടി കൊടുക്കുന്നേ? ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. We have to train our even young kids to become shepherds. അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ ഷെപ്പേർഡ്സ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. God has appointed people as shepherd in the Old Testament times. Prophets, priests, judges, kings. അവരെയൊക്കെ ദൈവം ഷെപ്പേർഡ്സ് ആയിട്ട് ആക്കി വെച്ചു. എന്നാൽ they utterly failed. അവർ പരാജയപ്പെട്ടു പോയി. അവരുടെ പരാജയം എന്താണെന്ന് നിങ്ങൾ പോയി വായിക്കുന്നുണ്ടേ നമുക്ക് മനസ്സിലാകും. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. ദൈവം അവരെ ഒക്കെ ഫെയിലായൊന്നെ ശിക്ഷിച്ചു എങ്കിൽ നമ്മളെ ശിക്ഷിക്കാതെ വിടത്തില്ല. അവര് തങ്ങളെ തന്നെ
മേയ്ക്കുന്ന ഇടയന്മാർ. നമുക്ക് എവിടെ ചെന്നാലും പോയിന്റ്സ് കിട്ടണം അല്ലേ? വേണം. ഞാനും നോക്കുന്ന എവിടത്തെയാ? പലരുടെ CBC സൈലസ് ആംഗ്ലിക്കൻസ് ആന്നോ? എത്ര പേരുണ്ട്? 150 പേരുണ്ട്. യങ്സ്റ്റേഴ്സാ കൂടുതൽ. വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള. I try to gain points by telling that I am from Balarut Assembly. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ എന്നെ തന്നെ തീറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഇടയന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? അവര് ഈ ആടിന്റെ മേധസ് തിന്നും, ആടിന്റെ രോമം കൊണ്ടുള്ള ഉടുപ്പ് ഉടുക്കും. കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഏതായാലും ഷെപ്പേർഡ്സ് ആരും നിങ്ങളുടെ രോമം എടുക്കത്തില്ല, നിങ്ങളെ തിന്നാനും വരത്തില്ല. പക്ഷേ അടുത്ത എന്താണെന്നറിയാമോ? അവര് തടിച്ചിരിക്കുന്നവനെ അറുക്കുകയും മിടുക്കന്മാരുടെ കാലൊടിച്ചു വിടും. ദീനം പിടിക്കുന്നവരെ കൊല്ലും. കാരണം ഇത് രണ്ടു കൂട്ടരും നമുക്ക് ഭയങ്കര ബേർഡന അല്ലേ? പ്രായമായി ക്ഷീണമായി രോഗിയായിട്ട് കിടക്കുന്ന നമ്മളെന്താ പ്രാർത്ഥിക്കുന്നേ? കർത്താവേ, കഷ്ടതയുടെ നാള് കുറച്ചു കൊടുക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചോ? എന്നെ പറ്റിയും പ്രാർത്ഥിച്ചോ? കുഴപ്പമൊന്നുമില്ല. 70 വയസ്സാകാൻ പോവാ. ഓക്കെ. ചിലരെ മേയ്ക്കാൻ ഭയങ്കര പാടാ അല്ലേ? അവർ എങ്ങനെയും ഇവന് നല്ലൊരു ജോലി കിട്ടി അമേരിക്കയിൽ പോയായിരുന്നെങ്കിൽ നമ്മുടെ ശല്യം ഒഴിഞ്ഞേനേയും എന്ന് നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകും. നമ്മൾ ആരുടെയും കാലൊടിക്കണ്ട, നമ്മൾ ആരെ ഓടിച്ചു വിടണ്ട. അവരെ ശുശ്രൂഷിക്കുവാൻ, പരിപാലിക്കുവാൻ, അതിനാണ് ഷെപ്പേർഡ്സ്. അല്ലെങ്കിൽ ഷെപ്പേർഡ്സ് ആവശ്യമില്ല. ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, മുറിവുണ്ടായോ കെട്ടണം, ഓടിപ്പോയോ തിരിച്ചു കൊണ്ടുവരണം. ഇടയൻ കഠിനതയോടും ക്രൂരതയോടും കൂടെ ആടിനോട് ഇടപെടുവാൻ പാടില്ല. കാണാതെ പോയോ തെരഞ്ഞു ചെല്ലണം. എന്നുവരെ കണ്ടുകിട്ടുവോളം ഞാൻ അന്വേഷിച്ചായിരുന്നു, ഞാൻ തിരക്കിയായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല, സമയം കിട്ടിയില്ല. പക്ഷേ കർത്താവ് നമ്മൾ കണ്ടുകിട്ടുവോളം പോകണം. നമ്മുടെ മെയിൻ പ്രശ്നം എന്താ പറയാ? നമുക്കിതൊരു പാർട്ട് ടൈം ബിസിനസ്. ഇടയ ശുശ്രൂഷ പാർട്ട് ടൈം ബിസിനസ് അല്ല. അനേക സഭകളിലും പാർട്ട് ടൈം അല്ല. നമുക്കിതൊരു പാർട്ട് ടൈം. സർക്കാരി എന്ന് പറഞ്ഞ പ്രായമായി വീട്ടിൽ പൊക്കോ. പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും ഗൾഫിൽ നിന്നും പറയും നീ ക്ഷീണമായി, ഓർമ്മയൊന്നുമില്ല, കാര്യങ്ങളൊന്നും ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല, വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് അവർ ഓടിച്ചു വരുന്നുണ്ടെ നമ്മൾ be a shepherd in our assembly. That's our problem. ലോകത്തിൽ ആർക്കും വേണ്ടാതെ വരുന്നുണ്ടേ നമ്മളെ ഷെപ്പേർഡ്സ് ആയി തീരുവാൻ പോവുകയാണ്. അതിനൊരു മാറ്റം. ശക്തിയുള്ളവർ, പുഷ്ടിയുള്ളവർ, ഓടാൻ കഴിയുന്നവർ, ചിന്തിക്കാൻ കഴിയുന്നവർ, പ്രവർത്തിക്കാൻ കഴിയുന്നവർ ഷെപ്പേർഡ്സ് ആകണം. കമ്മിറ്റഡ് ആയിട്ട് വരണം. അല്ല എങ്കിൽ നമ്മളിങ്ങനെ പോകും. മൊബൈലും കൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ പറയും പഠിക്കണ്ട മോനെ, മൊബൈലും കൊണ്ട് തന്നെ ഇരുന്നു എന്ന് പറയാൻ ഇടയുണ്ട്. ഷെപ്പേർഡിങ് ജോബ് ഈസ് നോട്ട് ആൻ ഈസി ജോബ്. മിസ്രൈമ്യർക്ക് ആരെ വെറുപ്പായിരുന്നു? ആട്ടിടയന്മാരെ വെറുപ്പായിരുന്നു. മിസ്രൈമ്യർക്ക് വെറുപ്പായിരുന്നു. കാരണം പുറത്താ കിടക്കുന്നേ, വീട്ടിൽ കിടക്കാൻ ഒക്കത്തില്ല. മല കയറണം, താഴ്വരെ കൂടെ പോകണം,
വിശക്കും, വിയർക്കും, തണുക്കും, പനി പിടിക്കും, പേടിയുണ്ടാകും, അനേക പ്രശ്നങ്ങളുണ്ടാകും. ഒത്തിരി ഹോംവർക്ക് ചെയ്താലേ ഒക്കത്തുള്ളൂ, ഇല്ലാതെ ഒക്കത്തില്ല. ആടിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ഫീഡിങ് ദ ഷീപ്പ്. ഇടയന്മാരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഫീഡിങ് ദ ഷീപ്പ്. അവരെ ആടിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പേ അവരുടെ ഹോംവർക്ക് ചെയ്യണം. അവർ ആദ്യമേ പോകണം. അവിടെ തീറ്റയുണ്ടോ, വെള്ളമുണ്ടോ, വന്യമൃഗങ്ങളുണ്ടോ ഒന്ന് നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് മാത്രമേ ആടിനെ കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇതൊരു നാറുന്ന ജോലിയാണ് കേട്ടോ, നാറുന്ന ജോലിയാണ്. ഈ വല്ലാത്ത ആടുകളുടെ നടന്നാൽ നാറാൻ സാധ്യതയുണ്ട്. അതിരാവിലെ എഴുന്നേക്കേണ്ട ജോലിയാ കേട്ടോ. നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ഭടനും ഒരു കർഷകനും ഒരു അത്ലറ്റും കൃത്യനിഷ്ഠയുള്ള ജീവിതം നയിക്കേണ്ട. മോശയോട് ചോദിച്ചേ, മോശ പറയും, മിടുക്കനായിട്ട് ഈജിപ്തിലെ റോയൽ ഡ്രസ്സും റോയൽ കരിസ്മയും നല്ല കരാട്ടെ കിക്കും പിന്നെന്താ പവർഫുൾ ഇൻ സ്പീച്ച് ആൻഡ് ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അതുവല്ലോം ഇടയ ശുശ്രൂഷയ്ക്ക് നടക്കുവോ? ഇല്ല. അതൊക്കെ കളയണം. സൗമ്യത വേണം, താഴ്മ വേണം, സഹതാപം വേണം, സ്നേഹം കൊണ്ട് നിറയണം. ഇന്റർസീഡിങ് ജോബ്, ബാർഗെയിനിങ് ജോബ്, പക്ഷപാതം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ജനത്തിന്റെ തെറ്റുകൊണ്ട് സന്തോഷകരമായ ആത്മീയ ജീവിതം നയിക്കേണ്ട കനാനിൽ കയറാൻ പോലും കഴിയാതെ പോയ നഷ്ടം വരുന്ന ജോലിയാണ് ഇടയന്റെ ജോലി. എൻ്റെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു ശുശ്രൂഷയാണ്. മൈ ഡോക്ടറേറ്റ് ഇൻ ഡോക്ട്രിൻ ഓർ ദ സ്ക്രിപ്ചറൽ നോളജ് ഓർ ദ തിയോളജിക്കൽ നോളജ് cannot make me a shepherd. ദാവീദിനോട് ചോദിച്ചേ, ദാവീദ് പറയും, സിംഹത്തെക്കാളും കരടിയെക്കാളും സ്പീഡിൽ ഓടി അതിന്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിക്കാൻ കഴിയേണ്ട ജോലിയാണ് ഇടയന്റെ ജോലി. നഷ്ടക്കച്ചവടമാകട്ടോ. ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. ലോകപ്രകാരം നഷ്ടക്കച്ചവടമാണ്. കയ്യിൽ വടിയും കോലും ഉണ്ടെങ്കിലും തല്ലാനൊക്കാത്ത ജോലിയാണ്. ആടിന് കിടക്കണം അല്ലേ? പട്ടിയെ കിടത്താൻ, ആനയെ കിടത്താൻ, സിംഹത്തിനെ കിടത്താൻ കയ്യിലൊരു വടി മതി, അനുസരിക്കും. ആടിനെയോ? നോ, വർക്ക് ചെയ്യത്തില്ല. എവിടെയെങ്കിലും സർക്കസ് കൂടാരത്തിൽ ആടിനെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൊക്കത്തില്ല. നമ്മൾ ആടുകളാ, വലിയ പാടാണ്. എങ്ങനെ കിടക്കും? വയറ് നിറഞ്ഞാൽ കിടക്കും, സ്നേഹിച്ചാൽ കിടക്കും. ഈ രണ്ട് മാർഗം മാത്രമേ ഉള്ളൂ. ഷെപ്പേർഡിങ് ജോബ് ഈസ് എ റിവാർഡിങ് ജോബ്. അറിയാമോ, രൂത്തും ബോവസും തമ്മിൽ ഒത്ത് കണ്ട ഒരു വയലുണ്ട് ബേത്ലഹേമിൽ, ബോവസിന്റെ വയൽ. അവിടെ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാർക്കാണ് ദൈവദൂതൻ പ്രത്യക്ഷമായി. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ദൂത് കൊടുത്തത് അവർക്കാണ്. സ്വർഗീയ സൈന്യം സംഗീതം പാടിയത് കേൾക്കാനുള്ള ഭാഗ്യം ആ ഷെപ്പേർഡ്സിനാണ് ഉണ്ടായത്. സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ആദ്യം അറിഞ്ഞത് ഷെപ്പേർഡ്സ് ആണ്. അവരാണ് ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ജനിച്ചതറിഞ്ഞ് ഓടിപ്പോയി ആദ്യമേ കണ്ടത്, ആദ്യമേ വന്നിച്ചത് അവരാണ്. അവരാണ് വഴിനീളെ പോയി അറിയിച്ചത്. അതൊരു റിവാർഡിങ് ജോബാണ്. അത് റിവാർഡിങ് ജോബാണ്. നാറുന്ന ജോലിയാണെങ്കിലും റിവാർഡിങ് ജോബ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ
we are all standing in a queue. അലസങ്ങള് കയറിപ്പോയി അല്ലേ? പ്രായവ്യത്യാസമില്ലാതെ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ആ ക്യൂ നമ്മുടെ ടേൺ വന്ന് നമ്മൾ അക്കരെ ചെല്ലുമ്പോൾ we are going to meet the great shepherd. നമ്മൾ ആ വലിയ ഇടയനെ നമ്മൾ കാണാം. അവൻ പറയും, ഞാനൊരു നല്ല ഇടയനായിട്ട് വന്ന് എൻ്റെ ജീവനെ തന്ന് നിങ്ങളെ ആടുകളാക്കി ഇടയന്മാരാക്കി, ഞാനിതാ ഗ്രേറ്റ് ഷെപ്പേർഡ് ആയിട്ട് നിങ്ങളോട് കണക്ക് ചോദിക്കാൻ പോവുക. We have to give account how I lived as a sheep, as a shepherd. നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. അതുവരെ നല്ല ആടുകളായിട്ട് നല്ല ഇടയന്മാരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ടി കെ സംസാറിൻ്റെ ഒരു നല്ലിടയൻ യേശു തനിക്ക് ഉള്ളജങ്ങൾക്കായി വന്ന സ്നേഹമേ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ വെരി ടച്ചിങ്. സായാഹ്നമായിടുമ്പോൾ ആലയം തന്നിലേക്ക് അങ്ങ് ആഹ്വാനം ചെയ്തിടും തൻ സ്നേഹമേ സ്നേഹമേ. നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നം എത്തുന്നു. നമ്മളെ വഴിക്ക് വിടത്തില്ല, തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. തൻ്റെ ആലയത്തിൽ നമ്മളെ ചേർത്തുകൊള്ളും. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. നല്ലിടയനേശു തനിക്കുള്ള ഞങ്ങൾക്കായി വന്ന സ്നേഹമേ സ്നേഹമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒടുവിലായിട്ട് പ്രിയ സഹോദരൻ ഗോഡ്ലി പറഞ്ഞു നിർത്തിയത്, നാം എല്ലാവരും ക്യൂവിലാണ്.